ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പാഴ്സലാണ്. ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയില്ല. അപ്പോൾ സോന ജോലിക്ക് പോകണേക്ക് മുന്നേ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നു. എന്നിട്ട് എനിക്ക് തന്നിട്ട് അവൾ പോയി. എന്താണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ എന്താണെന്ന്. വലിയ വിഭവമൊന്നും ആയിരിക്കില്ല, വല്ല ദോശയും ഇതൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും കഴിച്ചില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ വാ നോക്കാം. എനിക്കിഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, 2 തരം ചട്നി, വട എല്ലാം ഉണ്ട്. ആഹാ, അടിപൊളി. അപ്പോൾ കഴിച്ചാലോ? ABC ജ്യൂസ് ഉണ്ട്. ഇത് കോഫി ടീ ഒന്നല്ല, ഇത് ജിഞ്ചറും പിന്നെ ചെറിയ ജീരകം കൂടിയിട്ടിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം. അതാണ് ഞാൻ രാവിലെ കഴിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കഴിക്കാം. നിങ്ങളെല്ലാവരും കഴിച്ചില്ലേ? കഴിച്ചൊന്നും ഇരുന്നു. നല്ല പൂ പോലത്തെ ഇഡ്ഡലി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഷേപ്പും നല്ല സോഫ്റ്റാണ്. നല്ല പൂ പോലത്തെ ഇഡ്ഡലി. പിന്നെ വട എനിക്ക് സത്യം പറഞ്ഞിട്ട് നല്ല ചൂടോടുകൂടി ക്രിസ്പി ആയിട്ടിരിക്കുമ്പോൾ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഓയിലൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ സ്മെൽസ് ഗുഡ്. കഴിക്കാം. പിന്നെ ഒന്നുള്ളത് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. തക്കാളി ചമ്മന്തി നമുക്ക് ഇങ്ങനെ ഇവിടെ സൈഡിലിടാം. ഇതെല്ലാം കൂടി കാണാനായിട്ട് ഒത്തിരി പാടാം. നമുക്കിവിടെ തക്കാളി ചമ്മന്തി സെർവ് ചെയ്യാം. യെസ്. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തേങ്ങ ചമ്മന്തിയാണ്. വെട്ടമില്ലല്ലേ, വെട്ടം കുറവാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഞങ്ങളുടെ അടുത്ത് ട്യൂബ് ലൈറ്റ് പോയി. ഇനി അത് റെഡിയാക്കണം. അപ്പോൾ കളറ് വെട്ടം ഭയങ്കര കുറവാണ്. പിന്നെ സാമ്പാർ കുട്ടൻ സത്യം പറഞ്ഞാൽ ഇതെവിടെ എല്ലാം കൂടി ഒഴിക്കും. പാത്രമൊന്നും ഞാൻ വേറെ എടുത്തില്ല. ആ പൊതിഞ്ഞ് കൊണ്ടുതന്നെ അതിൽ തന്നെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാമ്പാർ കുട്ടൻ വരെ നമുക്കിത് ഇവിടെ ഇഡ്ഡലിയുടെ മേലെ തന്നെ ഇടാം. ഒരു കഷ്ണം ഇഡ്ഡലി എടുത്തിട്ട് തേങ്ങാ ചമ്മന്തിയിൽ ആദ്യം മുക്കിയിട്ട് അടുത്തത് തക്കാളി ചട്നി. സാമ്പാർ. സൂപ്പർ സാമ്പാർ. ഇത് ശരിക്കുണ്ടല്ലോ, ഈ നമ്മൾ തമിഴ്നാട്ടിൽ പിന്നെ ഈ ബ്രാഹ്മിൻസിൻ്റെ ഒക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടുള്ളത്. അതുപോലെ ഇരിക്കണ പോലത്തെ. വട എന്തായാലും കഴിച്ചേക്കട്ടെ. ഒരു കുരുമുളക് കിട്ടി. ദീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വട അവൾക്ക് കൊടുക്കും. കാരണം എനിക്ക് നല്ല ചൂട് വേണം. പക്ഷേ രസമുണ്ട്. തൊടുമ്പത്തേനും ഇങ്ങനെ അലിഞ്ഞു പോകണ പോലത്തെ ഇഡ്ഡലി. ഇതിപ്പോൾ നിങ്ങളെനിക്കിങ്ങനെ എടുത്തിങ്ങനെ കാണിക്കാനൊക്കെ പാടാം. ഇതൊക്കെ ഉണ്ടോ? രസമുണ്ട്. ചട്നി, ഏത് ചട്നി എനിക്ക് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ തേങ്ങാ ചട്നിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. തക്കാളി ചട്നിക്ക് ഇഷ്ടം തന്നെയാണ്. വാ, വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമ്മളുണ്ടാക്കി തന്നെ എപ്പോഴും കഴിക്കുമ്പോൾ ഒരു രസമില്ല. വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നത്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കൽ കുറവാണ്. എല്ലാം കൂടി കുഴച്ചിട്ട് വടയും
ഇഡ്ഡലിയും സാമ്പാറും ചട്നികളും എല്ലാം കൂടി കുടിച്ച് ശരിക്കും പറഞ്ഞാൽ വട കഴിക്കുമ്പോൾ എനിക്ക് 2 ഇഡ്ഡലി ധാരാളം. അപ്പോൾ തന്നെ നല്ലോണം വയറ് പറയുന്നത്. നല്ല വലിപ്പമുള്ള ഇഡ്ഡലിയാണ്. ഇതൊക്കെ നല്ല വലിപ്പമുണ്ട്. ഞാനിവിടെ ആക്കുന്നതൊക്കെ ഇതിൽ പകുതിയുള്ള ഇഡ്ഡലി. കുഴച്ച് എപ്പോഴും ഞാൻ വിചാരിക്കും ഫുഡ് കഴിക്കുമ്പോൾ നല്ലോണം ചവച്ച് അരച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് കഴിക്കാനിരിക്കും. പക്ഷേ കഴിച്ചാൽ തുടങ്ങുമ്പോൾ ആ ടേസ്റ്റ് കൊണ്ടുണ്ടല്ലോ ഇങ്ങോട്ട് വിഴുങ്ങിപ്പോവും. അതാണ് അവസ്ഥ. ഇഡ്ഡലി പിന്നെ ചവയ്ക്കാനൊന്നും തോന്നറില്ല. അതിനപ്പുറം നല്ലോണം അലിഞ്ഞുകൊണ്ട്. വയറ് നല്ലോണം നിറഞ്ഞു. ഇഡ്ഡലി കഴിക്കാൻ പറ്റില്ല. ശരിക്കും ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നല്ല കട്ടൻ കാപ്പി കുടിക്കണം. പക്ഷേ കാപ്പി ചായ ഇപ്പോൾ കഴിക്കാത്തതുകൊണ്ട് അത് ഒഴിവാക്കി ചൂടോടുകൂടി അല്പം മധുരത്തിൽ കഴിക്കണം എന്നാണ് ശരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ രക്ഷയില്ല. ABC ജ്യൂസ് ഇപ്പം ഇതിൻ്റെ കൂടെ കഴിച്ചാൽ ശരിയാവില്ല. ഇത്തിരി കഴിഞ്ഞിട്ട് കുടിക്കാം. കാരണം ഇങ്ങനെയുള്ള ഇതിൻ്റെ കൂടെ ചൂടോടുകൂടി കുറച്ച് വെള്ളം കുടിക്കണം. അപ്പോൾ കാപ്പി ചായ കുടിക്കണ്ട, കുറച്ച് ചൂടുവെള്ളം കുടിക്കാം. അടിപൊളി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.